ഈ കർഷകൻ്റെ ആത്മഹത്യ മറ്റൊരു കവിതയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ്. അതിൻ്റെ തുടക്കം ഒന്ന് ചൊല്ലാവും. കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ തുടർച്ചയായ കർഷക ആത്മഹത്യ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കൃഷിയും പോയി, അതുകൊണ്ട് കർഷകരും പോയി, അതുകൊണ്ട് കർഷകരുടെ ആത്മഹത്യയും കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാ കാര്യമൊന്നുമില്ല. കർഷകരുടെ അവസ്ഥ വളരെ ദുരന്ത സമ്പൂർണ്ണം തന്നെയാണ് ഇന്ത്യ മുഴുവനുമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എങ്കിലും ആ കാലഘട്ടത്ത് കൃഷി ഒരു പ്രൗഢമായ ഒരു ജീവിത ചര്യയായി നിലനിൽക്കുന്ന കാലത്ത് പെട്ടെന്ന് തകർന്നപ്പോൾ, ഈ കമ്പോളം ഇടിച്ചു കയറിയപ്പോൾ ആ ഒരു ട്രാൻസിഷണൽ പീരീഡ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ നിഷ്കളങ്കരായ ദുർബലരായ ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്നു, വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളമായി മരണം ഇപ്പോഴും നടക്കുന്നു ആത്മഹത്യകൾ. അപ്പോൾ അന്ന് ഈ അമ്പലവയൽ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു പ്രദേശത്തെ ഒരു ആൾ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ച് ഒരു വാർത്ത വായിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹം ഈ കൃഷി തുടങ്ങി, വീണ്ടും എല്ലാം പരാജയപ്പെട്ടു നിന്നു. പക്ഷേ ആളുകളെല്ലാം കൂടെ പറഞ്ഞ് അദ്ദേഹം ബാങ്കിൽ നിന്നൊരു ലോണൊക്കെ എടുത്ത് മനോഹരമായി കൃഷി തുടങ്ങി. കൃഷി ഗംഭീരമായി വന്നു, എല്ലാ ദിവസവും വയലിൽ തന്നെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥ വരികയും പകുതി വിളഞ്ഞിട്ടില്ല, പകുതിയായ ചെടികളെല്ലാം കരിഞ്ഞുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചടവും മറ്റു കാര്യമെല്ലാം ഇല്ലാതായി. ആ സമയത്ത് ഈ വീട്ടിലേക്ക്, അയാൾ വയലിലായിരുന്ന സമയത്ത് വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് കൊണ്ട് പതിക്കാൻ ആൾ വന്നിരുന്നു. അപ്പോൾ തിരിച്ചദ്ദേഹം ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖസമ്പൂർണ്ണമായ അയൽവാസികളൊക്കെ വെറുതെ നോക്കുന്നു. അപ്പം ഭാര്യയോട് ചോദിക്കുമ്പോൾ അവരും ഇങ്ങനെ ഇത് വന്ന് ഒട്ടിച്ചു, അയാൾ കണ്ടു. അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അടുത്ത ദിവസം രാവിലെ അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, അയാൾ രാവിലെ എണീറ്റ് മാതാവിൻ്റെ തിരുരൂപത്തിൻ്റെ മുന്നിൽ ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തി വെച്ച് അയാൾ പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ട് ഭദ്രമായി അടുക്കളയിൽ വെച്ച മോളെയും ഭാര്യയൊക്കെ ഒന്ന് കണ്ട് മെഴുകുതിരിയിൽ വിട്ടത് കണ്ട് എല്ലാം അണച്ചു വെച്ചിട്ട് നേരെ ഈ വയലിൽ ഇറങ്ങിയിട്ട് അവിടെ നശിച്ചു കിടന്ന എല്ലാ കറ്റകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആലോചിച്ചു, ആ തലേ ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല, ഈ തീരുമാനം എടുത്തിരിക്കും. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ആ കവിത. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക. ഇത് എത്ര പ്രാവശ്യം കേൾക്കുമ്പോഴും അയാളുടെ അവസ്ഥയുണ്ട്, മാനസികാവസ്ഥയുണ്ട്. ഇനി എൻ്റെ കരളും പകുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊല്ലൽ, ഒരു ശൈലിയും കൂടെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത് ആ വികാരത്തെ. അതൊരു പക്ഷേ ഈ ചൊല്ലലിനെ കുറച്ചുകൂടെ ചില ഭാഗത്തു നിന്നൊക്കെ ഈ ചൊല്ലൽ കവിതകളോടൊരു എതിർപ്പുണ്ട്. അങ്ങനെയല്ല, കവിത അങ്ങനെയല്ല വേണ്ടതെന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ ശരിക്കും ആ കലയുടെ ധർമ്മം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ പുതിയ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, അതായത് ഇതൊരു നല്ല കലയാണ് ഈ ആലാപനം എന്ന് പറയുന്നത്, പദ്യപാരായണം എന്ന് പറയുന്നത്. പദ്യം എന്ന് പറയുന്നത് ഒരു സാഹിത്യരൂപവും പാരായണം എന്ന് പറയുന്നതൊരു കലാരൂപമാണ്. അപ്പോൾ പദ്യം ചൊല്ലുക എന്ന് പറയുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു സമന്വയമാണ്. അതൊരു അനുഭൂതിയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിലനിർത്തുക തന്നെ വേണം. അതുകൊണ്ട് ആലാപനത്തെ പുച്ഛിക്കുന്നവരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കഥ എഴുതി പരാജയപ്പെടുക, നോവലെഴുതി പരാജയപ്പെടുക, സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുക, പരാജയപ്പെടുക ചെയ്യുന്ന ആളുകൾ കവിതയിലേക്ക് വരികയും അവർ കൃത്യമായും അവർക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്ത, ആധുനിക വായനയൊക്കെ നല്ലതുള്ള അവർ സ്വാഭാവികമായി അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സങ്കേതങ്ങളെ ആധുനികമെന്ന് കാണുക, അതിൽ അഭിരമിക്കുക, അത് കഴിഞ്ഞുള്ള വേറെ എല്ലാം അധമമാണെന്ന് കാണുക. അങ്ങനെ ഒരു ഫ്യൂഡലിസ്റ്റിക് ഒരു ജമ്മിത്ത ബോധം ഈ മലയാള സാഹിത്യത്തിൽ കടന്നു വന്നു. പ്രത്യേകിച്ചും ഈ കാവ്യ സാഹിത്യത്തിൽ അവർക്ക് ആധിപത്യം കിട്ടിയ കാലത്ത് സംഭവിച്ചാണത്. അതുകൊണ്ട് തന്നെ ഒരു പറ്റിയെന്ന് പറഞ്ഞാൽ മലയാളികൾ മലയാള കവിതയിൽ നിന്ന് അകന്നുപോയി. 90കളിൽ ഗ്ലോബലൈസേഷൻ വരികയും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം വ്യാപകമാവുകയും പിന്നെ സമ്പദ് വ്യവസ്ഥയും രാജ്യവും ലോകവും എല്ലാം ഗ്ലോബലൈസ്ഡ് ആവുകയൊക്കെ ചെയ്ത കാലത്ത്
കുട്ടികൾ ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പഠിക്കുകയും അവരന്തം വിട്ട് വേറെ എന്ത് മലയാള കവിത അവരതിനെക്കുറിച്ച് ചിന്തിക്കാതാവുകയും നമ്മുടെ കവികളെല്ലാം ഗദ്യരൂപത്തിലുള്ള കവിതയെന്ന് അവരാരും തിരിഞ്ഞു നോക്കാതെ പോവുകയും ചെയ്തു. പുസ്തകം നമ്മൾ ആ കാലഘട്ടത്തിലെ ആഴ്ചപ്പതിപ്പുകളൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാൽ ഈ കവിത എഴുതിയ ഭാഗം മാത്രം ആരും തുറന്നു നോക്കി നല്ല വെളുവിളായിരിക്കും, നല്ല പുത്തനായിരിക്കും. അത് വേണമെങ്കിൽ ആ പുത്തൻ മണം തന്നെ അവിടെ കാണും, ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കും, കാരണം അവിടെ ആരും തൊടാതെയായി. അങ്ങനെ കവിത അന്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പം മധുസൂദനൻ നായരുടെ സാറൊക്കെ ഗംഭീരമായി കവിതയുമായി മുന്നോട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹവും പിന്നെ നിന്ന് പോയ ഒരു കാലമുണ്ട്, അദ്ദേഹം ഒരു ഇടവേള എടുത്ത കാലം. ആ സമയമായി കഴിയുമ്പോൾ പിന്നെ കവിത തീരെ ഇല്ല. അപ്പോൾ ആ കാലത്താണ് ഈ കന്നഡ പോലുള്ള കവിതകൾ ജനകീയമായി വരുന്നത്. അതിൽ നിന്നൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ അധ്യാപകനായിരുന്നതുകൊണ്ട് എനിക്കറിയാം. ഈ കവിതകളൊക്കെ കയറി ഉയർന്നു വന്ന സമയത്ത് ഈ യുവജനോത്സവത്തിലെ പദ്യം ചൊല്ലൽ മത്സരത്തിലെ പങ്കാളിത്തം ഗംഭീരമായി കൂടി. അപ്പോൾ ഒരു 20 കുട്ടികൾ പങ്കെടുത്തോണ്ടിരുന്നിടത്ത് 80, 90, 100 കുട്ടികൾ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ കവിത ചൊല്ലുക എന്ന് പറയുന്നതിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. അതൊക്കെയാണ് ഈ ജനകീയ കവിതകൾ നൽകിയ ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പ് എങ്ങനെയാണെന്ന് കേട്ടാൽ ഈ നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മുടെ രക്ഷകർത്ത ബോധമുള്ള പണക്കാരായ രക്ഷകർത്താക്കൾ ചെയ്യുന്നതെന്ന് ഒരു അല്പം പ്രതിഭയുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടിച്ച് പഠിപ്പിച്ച് ആദ്യം ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കും, നൃത്തം പഠിപ്പിക്കും, മിമിക്രി പഠിപ്പിക്കും, മോണാക്ട് പഠിപ്പിക്കും, കൂടെ ഒരു പദ്യവും പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കിട്ടുന്ന പോയിന്റ് ചേർത്താണ് ഈ കുട്ടിക്ക് എന്താവുന്നത്, കലാപ്രതിഭയും തിലവും ഒക്കെ ആവുന്നത്. എങ്കിലേ അവർക്ക് MBBS അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് കേട്ടാൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വരുന്ന സാറിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു കവിത എടുത്ത് വിടും. അതും ക്ലാസിക്കലായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ പദ്യം പറയണ ശ്രദ്ധിച്ചാൽ മതി, ഇനിയും ശ്രദ്ധിച്ചു. ഈ ക്ലാസിക്കലായുള്ള പിന്നെ ഇപ്പോൾ പറയുന്നില്ലേ സംഗതികളൊക്കെ ഇട്ട് ഇങ്ങനെ ചൊല്ലി ആളുകളെ പേടിപ്പെടുത്തി വലിച്ച് നീട്ടി അക്ഷരങ്ങളെയൊക്കെ എല്ലാ ആവശ്യമില്ലാത്തടത്ത് മുറിച്ച് ക്ലാസിക്കലാക്കി പാടുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കിട്ടും. അവിടേക്ക് ഈ സാധാരണ കുട്ടികൾ വെറും കാസറ്റും CD ഒക്കെ കേട്ടിട്ട് പൈസയൊന്നുമില്ലാത്ത പാവപ്പെട്ട മക്കൾ അവരെല്ലാം ഇത് കേട്ട് പഠിച്ചിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കവിത കൊച്ചു മക്കളുടെ ഹൃദയത്തിലേക്ക് എത്തുകയും അവരതിനെ അവർക്ക് കിട്ടാവുന്നിടത്ത് ആവിഷ്കരിക്കുന്നതിലേക്ക് കൊണ്ടുവരാനും ഈ ജനകീയ കവിതയ്ക്ക് ഇടയുണ്ടായിട്ടുണ്ട്. അതിലൊരു കടമ എൻ്റെ ഈ കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പാകട്ടെ, ഉണരാത്ത പത്മതീർത്ഥങ്ങളാകട്ടെ, ബാഗ്ദാദാകട്ടെ, കന്നഡയാകട്ടെ അത് വഹിച്ചിട്ടുണ്ട് എന്ന ധർമ്മം മാത്രമാണ് ഞാൻ കാണുന്നത് മലയാള എഴുത്തിൽ, അല്ലെങ്കിൽ കാവ്യശാഖയിൽ. ഞങ്ങളും ഒക്കെ ചൊല്ലി നടന്നു ഇങ്ങനെ, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. അപ്പൊ നമുക്കില്ലാത്ത ശബ്ദത്തിന്റെ ഗാംഭീര്യമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ പൊലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അതും പ്രശ്നമാണ്. രേണുകയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് കാരണം നമ്മളെ സ്വന്തം പിന്നെ ശബ്ദത്തെ ഞങ്ങൾ ആ കേൾക്കുന്ന ശബ്ദത്തെ അനുകരിക്കണം. അത് അങ്ങനെ വരും. അതൊരു വലിയൊരു പോരായ്മയും കൂടെയാണ്. അവരവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഇട്ട് കവിത ചൊല്ലാൻ കഴിയണം. അപ്പൊ അതാണ്. അപ്പം നമ്മളിപ്പോ യേശുദാസ് പാടിയ പാട്ട് വേറെ ചില ആളുകൾ അദ്ദേഹം പാടും പോലെ അനുകരിക്കുന്നവരെക്കാൾ കൂടുതൽ അദ്ദേഹം പാടും പോലെ അല്ലാതെ സ്വന്തം ശബ്ദത്തിൽ ഗംഭീരമായി പാടുന്നവരെ നമ്മൾ കൊണ്ടാടുന്നില്ലേ. അവരവരുടേതായ കോൺട്രിബ്യൂഷൻ അവരുടെ ശബ്ദത്തിൽ ചെയ്യുന്നു, അവരുടേതായ ഏറ്റക്കുറച്ചിലും ഭാവമൊക്കെ ഉണ്ട്. പുതിയ പിള്ളേർ പ്രത്യേകിച്ച് അവരിപ്പം പുതിയ സാധനം പഴയ പാട്ടുകൾ എടുത്ത് പുതിയ ഗംഭീരമായ വെർഷൻസ് അവരിറക്കുന്നില്ലേ, അത് നമ്മളെല്ലാവരും അതിനെ ആസ്വദിക്കും. അതുപോലെ അവരവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടാവണം ഏത് കാര്യത്തിലും, അത്രേ ഉള്ളൂ. ഇനി വരേണ്ടത് പ്രണയനഷ്ടത്തിലേക്കാണ്. പ്രണയനഷ്ടത്തിന് ഏത് കാലഘട്ടത്തിലും ഡിമാൻഡ് ഉണ്ട്. കാരണം ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോകാൻ ആവശ്യമുള്ളൊരു കാര്യമാണ് ബ്രേക്കപ്പ്. ഇത് നിരന്തരമായി ഇങ്ങനെ സംഭവിച്ചാലേ ആൾക്കാരൊക്കെ പഠിക്കുള്ളൂ എന്നാണ് എൻ്റെയൊക്കെ പക്ഷം. രേണുക അതേപോലെ കുറച്ചുകൂടെ താത്വികമാണെങ്കിലും രേണുക നമുക്ക് അത്തരത്തിലുള്ളൊരു ആശ്വാസവും കൂടെ നൽകുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ബ്രേക്കപ്പ് സംഭവിച്ച എല്ലാവർക്കും ഇത്തരം പാട്ടുകളൊക്കെ എടുത്ത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. അത് എന്താണെന്ന് ഒരുപാട് പേര് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. ചിലപ്പം സ്വന്തം അനുഭവങ്ങളിലൂടെയോ ഇല്ലെങ്കിൽ അങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥകളിലൂടെയൊക്കെ അവർക്ക് പോകാൻ കഴിയുന്നതുകൊണ്ടായിരിക്കും അത് കൂടുതൽ ആസ്വദിക്കപ്പെടുന്നത്. രേണുക ചൊല്ലിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. രേണുക എൻ്റെ കവിതകളിൽ താരതമ്യേന കൂടുതൽ ആളുകളുടെ ഹൃദയത്തിൽ എത്തുന്ന അതിന് കാരണം ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യത്തെ വേറൊരു അർത്ഥത്തിൽ ആവിഷ്കരിച്ചിരിക്കുമ്പോൾ ഇതെൻ്റേതാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടേതും കൂടെ ആയി മാറുന്നത്. ഇപ്പൊ രേണുക എന്ന കവിതയെ സ്വന്തം കവിത ആയി കാണുകയാണ് എല്ലാവരും, കൂട്ടുകാരൊക്കെ. അപ്പോൾ അതിനകത്ത് ഏതോ ഒരു വാക്കോ ഒരു വരിയോ തൻ്റേത് കൂടെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ നഷ്ടപ്രണയ ബോധങ്ങളിലെ
ഒരു 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 കൺസോൾട്ടേഷനാണ് ആ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് നാലാളും നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ നഷ്ടപ്പെട്ട ഒരുപാട് പ്രണയബോധങ്ങളുണ്ടല്ലോ. ഓക്കെ, സ്വന്തം ജീവിതം എടുത്തതുകൊണ്ടാണ് ഈ കവിത. അതുകൊണ്ട് അങ്ങനെയും പറയാം. പല ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തതാണെന്നും പറയാം. നമുക്കറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ പിരിയുന്നു രേണുകയെ നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം എന്ന്. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. അതാണ്. അല്ലാതെ നമ്മളല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് പിരിയാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അല്ലാതെ പിരിയുന്ന സമയത്ത് പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാനസിക ആരോഗ്യമില്ലാത്തവരായി മാറാൻ പാടില്ല. ഒരു വേർപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം ഒന്ന് പരസ്പരം പറഞ്ഞ് പിരിയാനുള്ള പ്രണയ ആരോഗ്യം. ഞാൻ പുതിയതായിട്ട് കോൺ ചെയ്യുന്നൊരു വാക്കാണ് പ്രണയ ആരോഗ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. വേണ്ടേ? അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ. ഇന്ന് ഇത് ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ തന്നെ കുട്ടി ഒരു നിഷ്കളങ്കയായ മോളെയും കൂടെ കൊലപാതകത്തിന് കൊണ്ടുവരുന്നു പ്രണയത്തിൻ്റെ പേര്. അപ്പം ഇതെല്ലാം തന്നെ പ്രണയത്തിൻ്റെ കുറ്റമോ പ്രണയ നഷ്ടത്തിൻ്റെ കുറ്റമോ അല്ല, പ്രണയിക്കുന്നവന് പ്രണയാരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പ്രണയം ഒരു ചാപ്റ്ററായി പഠിപ്പിക്കണം, പ്രണയ നഷ്ടം എങ്ങനെ ആസ്വദിക്കാമെന്ന് മറ്റൊരു ചാപ്റ്ററായി പഠിപ്പിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ.